ഹായ്. അപ്പം ഇന്ന് രാവിലെ തന്നെ അതാ ചായക്കുള്ള വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അതാ കറി ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. അതേപോലെ ഉപ്പേരിക്ക് ഇന്ന് ബീട്രൂട്ടാണ്. അപ്പോൾ ബീട്രൂട്ടൊക്കെ ഞാൻ തോലൊക്കെ ചെത്തി രാത്രി തോലൊക്കെ ചെത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ വേഗം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ ചോപ്പറിലിട്ടിട്ട് കറക്കിയെടുക്കണം. പിന്നെ മുളക് കറിക്കുള്ളതാ ഒരു 3 തക്കാളിയും പിന്നെ ഒരു വെല്ലുള്ളിയും കുറച്ച് വലിയ ജീരകം കൂടെ ഇട്ടിട്ട് മിക്സിയിൽ ഒന്നങ്ങോട്ട് അരച്ചെടുക്കുന്നുണ്ട്. വെള്ളമൊന്നും ചേർക്കാതെ പേസ്റ്റ് പോലെ. എന്നിട്ട് അപ്പോൾ മുളക് കറി ഒരു കട്ടിയൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ പല രീതിയിലും ഞാൻ മുളക് കറി ഉണ്ടാക്കും. ഇന്നിപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയിരിക്കണം. അതുപോലെ ചായക്ക് കടി മാംഗോ പുട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്, മാങ്ങയിട്ട്. അപ്പോൾ അത് മാങ്ങ ഒക്കെ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഈ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പുട്ടുപൊടി ഉണ്ടെങ്കിൽ പുട്ടുപൊടി വെച്ച് ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ പുട്ടുപൊടി ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ അരിപ്പൊടി എടുത്തിരിക്കണം. അപ്പോൾ അതൊക്കെ കുഴച്ചത് ആ പുട്ടൊക്കെ റെഡിയാക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ മാംഗോ പുട്ട്. നമ്മൾ ആ മാങ്ങൻ്റെ ഒരു നേരിയ മധുരം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിനെന്താ ഉപ്പേരിക്കുള്ളതൊക്കെ റെഡി ആയിട്ടുണ്ടെങ്കിൽ ഉപ്പേരി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ചോറും കറിയും ഒക്കെ ആയി. മീൻ ചെറിയ അയിലക്കുട്ടിയായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ ആകെ ചോറുണ്ടാകാൻ വേണ്ടിയിട്ട് ചോറൊക്കെ പാത്രത്തിലാക്കി കൊടുക്കുന്നത്. ഉപ്പേരി മീൻ വെച്ചതൊക്കെ പാത്രത്തിലാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ കറി ചെറിയ അയിലക്കുട്ടിയാണ്, അപ്പോൾ അത് മുളകിട്ടതാണ്. പിന്നെ അതാ ചമ്മന്തി ഉണ്ട് കേട്ടോ, വെല്ലുള്ളിയും പുളിയൊക്കെ ഇട്ടിട്ട് ചമ്മന്തി അടിച്ചിട്ട്. അപ്പോൾ ഇതാണ് കേട്ടോ മാംഗോ പുട്ട്. അപ്പോൾ അതിക്ക് തേങ്ങാപ്പാലുണ്ട് കേട്ടോ. അപ്പോൾ ആ ചായയൊക്കെ കുടിച്ച് പോയി. പിന്നെ അതാ ചായയൊക്കെ കുടിച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകി കഴിഞ്ഞ് ബാക്കിയുള്ള പണികളൊക്കെ കഴിഞ്ഞ ശേഷം എന്താ ചോറ് തിന്നാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ.